അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഒരിസ്മാണ് റഷീദ് എന്നത്. വിവേകമുള്ളവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. ഇതിൻ്റെ അബ്ജദീയത്ത് 514 പരിശുദ്ധ ഖുർആനിൽ ഇത് വന്നിട്ടില്ല. വഴി നടത്തുന്നവൻ, മുർഷിദ് എന്നാണ് ചില പണ്ഡിതന്മാർ റഷീദ് എന്നതിന് അർത്ഥം പറഞ്ഞത്. അപ്പോൾ അത് ഹാദി എന്ന ഇസ്മിൻ്റെ അർത്ഥത്തിൽ ആയി മാറുന്നു. എല്ലാ വിധികളിലും നീതി കൊണ്ട് നിലനിന്നവൻ, അപ്പോൾ അത് അദ്ല് എന്ന ഇസ്മിൻ്റെ മാനാക്കാകുന്നു. എല്ലാ പോരായ്മകളെ തൊട്ടും നിന്ദ്യതകളെ തൊട്ടും മഹത്വമായവൻ, മേലെയായവൻ, അപ്പോൾ അത് അലിയ്, മുതആലി എന്ന അർത്ഥത്തിനായി പോകും. ഏതായാലും റഷീദ് എന്ന പദം റഷാദ് എന്നതിൽ നിന്നുണ്ടായതാണ്. ദുർമാർഗത്തിൻ്റെ വിപരീതം എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. ദുർമാർഗത്തിൻ്റെ വിപരീതം എന്നാകുമ്പോൾ സന്മാർഗം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു സർവ്വ സൃഷ്ടികളെയും ആ സൃഷ്ടികളുടെ നന്മകളിലേക്ക് വഴി നടത്തുന്നു. സൃഷ്ടികൾക്ക് അവരുടെ നന്മകൾ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു. അറിയിച്ചു കൊടുക്കുക മാത്രമല്ല, ആ നന്മകളിലേക്ക് അള്ളാഹു തആല കൊണ്ടുപോവുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ നിയന്ത്രണങ്ങൾ അത് സത്യസന്ധമായ രൂപത്തിൽ തന്നെ അതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് അടിമകളെ കൊണ്ടെത്തിക്കുന്നു. അള്ളാഹുവിന് ഇശാറത്ത് ചെയ്യാൻ ഒരുത്തനിലേക്കും ആവശ്യം ഇല്ല. അള്ളാഹുവിനെ സത്യമായ രൂപത്തിലാക്കാൻ ഒരുത്തനിലേക്കും ആവശ്യം ഇല്ല. എല്ലാത്തിൻ്റെയും നിയന്ത്രണങ്ങൾ അതിൻ്റേതായ ലക്ഷ്യത്തിൽ സത്യസന്ധമായ രൂപത്തിൽ എത്തിക്കുന്നവൻ, ഈ രൂപത്തിലെല്ലാം റഷീദ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവാണ് റഷീദ് എന്ന തിരിച്ചറിവിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൻ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലേക്ക് അഭയം തേടുന്നവരാകും. ഈ പ്രപഞ്ചത്തിലുള്ള മറ്റൊരു വസ്തുവിനെയും അവൻ അവലംബിക്കുകയില്ല. എന്നെ നിയന്ത്രിക്കാനും എന്നെ ഖൈറായ മാർഗത്തിലെത്തിക്കാനും വിവേകമുള്ളവനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തുണ്ട് എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് അവൻ എത്തുന്നു. റഷീദ് എന്ന ഇസ്മുമായിട്ട് ബന്ധം പുലർത്തൽ മഹത്തുക്കൾ പഠിപ്പിച്ചു. അല്ലാഹു തആല നിനക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെയൊക്കെ നീ തൃപ്തിപ്പെട്ടവനാവുക. നിനക്കറിയാം, എൻ്റെ സൃഷ്ടാവ് എൻ്റെ നന്മകളെ കൊണ്ട് അറിയുന്നവനാണ്. എനിക്ക് ഏതെല്ലാം മേഖലകളാണ്, കാര്യങ്ങളാണ് നന്മ എന്നെൻ്റെ സൃഷ്ടാവിന് അറിയാം. ആ നന്മയിലേക്ക് എൻ്റെ സൃഷ്ടാവ് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തൃപ്തിപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന ഒരു തലത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തലാണ് ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുന്നതിൻ്റെ ഫലങ്ങൾ. ഈ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? മഹത്തുക്കൾ പറഞ്ഞു, നിന്റെ ദീനിയായ അവസ്ഥകളിലും ദുന്യവിയായ അവസ്ഥകളിലും ഒരു സഫാഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിഡ്ഢിത്വത്തിൻ്റെ ഒരു സ്ഥാനത്ത് നീ നിൽക്കരുത്. ശർഈയായ വിഡ്ഢിത്തരം, ബുദ്ധിപരമായ നിലക്ക് ചിന്തിക്കുമ്പോൾ വിഡ്ഢിത്തരമായതും സാധാരണയിൽ വിഡ്ഢിത്തരമായതുമായ
ഒരു സ്ഥലത്തും നീ നിൽക്കാൻ പാടില്ല. എപ്പോഴും നിന്റെ റബ്ബിൽ നിന്ന് റഷാദിനെ, സന്മാർഗത്തെയും, സദാദിനെ, സത്യസന്ധതയെയും നീ തേടിക്കൊണ്ടിരിക്കണം. നിന്റെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ വിഷയങ്ങളിലും എപ്പോഴും സത്യസന്ധത പുലർത്തണം. ഈ രൂപത്തിലാണ് ഈ ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്. ഈ ഇസ്മിനെ ഒരാൾ ധാരാളമായി ചൊല്ലുമ്പോൾ തീർച്ചയായും അവൻ്റെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുന്ന ഒരു തലത്തിലേക്ക് അവനെത്തും. പ്രത്യേകിച്ച് ഇശാ നിസ്കാരത്തിൻ്റെ ശേഷം 100 പ്രാവശ്യം യാ റഷീദു യാ അല്ലാ എന്ന് ചൊല്ലിയാൽ അവൻ്റെ അമലുകൾക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകുമെന്നാണ്. ഉദ്ദേശിച്ച കാര്യം സാധിക്കും. ഒരു കാര്യം ഉദ്ദേശിച്ച് നമ്മൾ പോകുമ്പോൾ തീർച്ചയായും ഈ ഒരു ഇസ്മ കൂടുതലായി ചൊല്ലിയിട്ട് നാം പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഉദ്ദേശിച്ച കാര്യം സാധിക്കാൻ അത് വലിയ സഹായകമാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആമീൻ.